ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കടച്ചക്ക വെച്ചൊരു കറിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാണ് പറയുന്നത്. ശീമച്ചക്ക വെച്ചിട്ട് വറുത്തരച്ചുണ്ടാക്കുന്ന ഒരു കറിയായത്. വളരെ ഈസി ആയിട്ട് നമുക്കിതുണ്ടാക്കാം. നല്ല ടേസ്റ്റിയുമാണ്. അപ്പം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനടുത്ത് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ആക്കിയാൽ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടുന്നതാണ്. അപ്പം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ചേരുവകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഒരു പാൻ ചൂടായപ്പോഴത്തേക്ക് ഞാൻ അരമുറി തേങ്ങ ചിരവിയത് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു വലിയ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നല്ല കളറും കിട്ടും. ആവശ്യത്തിനുള്ള എരിവേ ഉണ്ടാകത്തുള്ളൂ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ. മുളക് പൊടി ചേർത്തതിന് ശേഷം ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ പെരുംജീരകം ചേർക്കാം. പെരുംജീരകം ചേർത്തതിന് ശേഷം 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത്രയും മതി നമുക്ക് മസാല ആയിട്ട്. ഇനി നമുക്ക് ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം. ഒരു തണ്ട് കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 5 അല്ലി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഞാൻ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സിം മോഡിയിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെ കരിഞ്ഞു പോകും. നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ശീമച്ചക്കയൊക്കെ ഇപ്പം എല്ലായിടത്തും ഉള്ള സമയമാണ്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ കറി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അരയ്ക്കാനുള്ള കൂട്ടിപ്പോൾ നല്ലോണം ഗോൾഡൻ നിറമായിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അരച്ചെടുക്കുമ്പോഴത്തേക്ക് നല്ല എണ്ണ തെളിഞ്ഞ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ഒട്ടും തരിയില്ലാതെ അരച്ചെടുക്കണം. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കാൻ. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് പിന്നെ കറിയിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വേറൊരു പാൻ വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 2 സ്പൂണോളം ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. അതിലേക്ക് നമുക്കിനി കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള ചേരുവകളൊക്കെ വഴട്ടിയെടുക്കാൻ. ഇപ്പം എണ്ണ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകിടാം. ഏകദേശം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ചേർക്കാം. കറിവേപ്പിലയും മൂത്ത് വരുമ്പോഴത്തേക്ക് വലിയൊരു സവോള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർക്കാം. മീഡിയം ടൈപ്പിലെ ഒരു സവോളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഞാൻ 5 പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട്. ചെറിയ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടരിഞ്ഞ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് കടച്ചക്ക ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. ഈ ചേരുവകളെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വേണം നമുക്ക് കടച്ചക്ക ചേർക്കാൻ. സവോളയൊന്ന് ചെറുതായിട്ട് വഴണ്ടതിന് ശേഷം വേണം നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാൻ. ഇല്ലെങ്കിൽ സവോള മൂത്ത് കിട്ടത്തില്ല. നമ്മുടെ കൂട്ടിപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടച്ചക്ക ചേർത്ത് കൊടുക്കാം. കടച്ചക്ക ചേർത്തതിന് ശേഷം 1 സ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പും ചേർത്തതിന് ശേഷം നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി ഈ കടച്ചക്ക ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല നമുക്കൊന്ന് വഴണ്ട് കിട്ടണം. ആ പച്ചച്ചവയൊക്കെ പോയി നല്ലൊരു കളറൊക്കെ മാറി വരുന്ന സമയമാകുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ. ഇപ്പോൾ കടച്ചക്കയുടെ കളറൊക്കെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയായത്. ഈ കടച്ചക്കയുടെയൊക്കെ സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിലേക്ക് ഞാൻ വലിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും ചേർക്കാം. അതും ചേർത്ത്
ഒന്നുകൂടി നല്ല വാടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാൻ. തക്കാളി നന്നായിട്ടൊന്ന് വാടി കിട്ടണം. തക്കാളി ചേർത്തതിന് ശേഷം നല്ല വാടുന്നവരെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കൂട്ട് എല്ലാം കളറൊക്കെ മാറി നല്ല വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർക്കാം. ഒട്ടും വെള്ളമില്ലാതെ അരച്ചെടുത്ത ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷമാണ് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അരപ്പ് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. നല്ല വിളഞ്ഞ കടച്ചക്കയാണെങ്കിൽ വേഗം വെന്ത് കിട്ടും. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് നല്ല വിളഞ്ഞ പാകമായ കടച്ചക്കയാണ്. അതുകൊണ്ട് അധികം നേരം വേണ്ട ഇത് വേകാൻ. ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. നമ്മുടെ കടച്ചക്കക്കറി ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി തുറന്ന് നോക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു കടച്ചക്ക എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ എന്ന്. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ പാകത്തിന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. ഞാൻ ഉണ്ടാക്കിയതുപോലെ എല്ലാവരും ഈ കടച്ചക്കക്കറി ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം അറിയിക്കുക. ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കെല്ലാം ഇത് ഉണ്ടാക്കാൻ അറിയാം. അറിയത്തില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ചപ്പാത്തിക്കും ചോറിനും എല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള കറിയാണ്. അപ്പം ഞങ്ങളുടെ വീഡിയോ കാണുക. എയിൻസ് കിച്ചൻ്റെ വേറൊരു വീഡിയോ വേറെ റെസിപ്പിയുമായി കാണുന്നവരെ ഓക്കെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.